നമസ്കാരം. 7ാം ക്ലാസ്സിലെ എല്ലാ കൊച്ചുകൂട്ടുകാർക്കും ഗണിതത്തിന്റെ ലോകത്തിലേക്ക് സ്വാഗതം. മാത്തമാറ്റിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആഡിംഗ് ആംഗിൾസ് അഥവാ കോണുകൾ ചേരുമ്പോൾ എന്ന ചാപ്റ്ററാണ് ഈ ക്ലാസ് മുതൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. 7ാം ക്ലാസ്സിൽ എത്തിച്ചേരുമ്പോഴേക്കും കോണുകൾ എന്താണെന്നും അവ വരയ്ക്കുന്നതുമൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും. എങ്കിലും കോണുകൾ അഥവാ ആംഗിൾസിനെ കുറിച്ച് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ആണ് ഈ ക്ലാസ്സിൽ. വാട്ട് ഈസ് ആൻ ആംഗിൾ? എന്താണ് കോൺ? ടു ലൈൻസ് ഓർ ടു റേസ് അഥവാ രണ്ട് വരകളോ രണ്ട് രശ്മികളോ ഒരു ബിന്ദുവിൽ കൂടിച്ചേരുമ്പോൾ ഉണ്ടാകുന്നതാണ് ആംഗിൾ. അപ്പോൾ ഇവിടെയാണ് നമുക്ക് ആംഗിൾ കിട്ടുന്നത്. ഇതാണ് റേസുകൾ ഓർ ലൈൻസ് എന്ന് പറയാം. രണ്ട് റേസ് ആകാം അല്ലെങ്കിൽ രണ്ട് ലൈൻസ് ആകാം. ഇവ തമ്മിൽ ചേരുന്ന ഈ പോയിന്റിന് പറയുന്ന പേരാണ് വെർട്ടെക്സ് എന്ന്. വെർട്ടെക്സ് എന്ന് പറഞ്ഞാൽ മൂലബിന്ദു. ഈ രണ്ട് റേസിനും നമ്മൾ പറയുന്ന പേരാണ് ആംസ് എന്ന് പറയും. ആംസ് അതായത് ഈ കോണിന്റെ വശങ്ങൾ. Two rays having a common end point form an angle. The two rays are called the arms of the angle. The common end point is called the vertex of the angle. ഇവിടെ ഒരു പിക്ചർ വരച്ചിട്ടുണ്ട്. ഈ പിക്ചറിൽ ഡി സിയും ഡിയും എന്നീ റേസുകൾ ചേർന്ന് ഒരു ആംഗിൾ ഫോം ചെയ്യുന്നുണ്ട്. ഇതിന്റെ വെർട്ടെക്സ് ആണ് ഡി എന്നുള്ളത്. നമ്മളൊരു ആംഗിളിന് പേര് കൊടുക്കുമ്പോൾ വെർട്ടെക്സ് മിഡിലായിട്ട് വരണം. ആംഗിളിന്റെ സിമ്പൽ ആണ് ഇത്. അപ്പം ഈ കോണിനെ നമുക്ക് കോൺ ഡി എന്ന് പറയാം. ദാറ്റ് ഈസ് ദ റേസ് ഡി സി ആൻഡ് ഡി ഇ മേക്ക് ആൻ ആംഗിൾ. ദ വെർട്ടെക്സ് ഈസ് ഓൾവേസ് ഇൻ ദ മിഡിൽ ഓഫ് ദ നെയിം ഓഫ് ആൻ ആംഗിൾ. The symbol of an angle is this. So this angle can also be named as angle D. ഇനി നമുക്ക് ചില ആംഗിൾസ് പരിചയപ്പെടാം. ഒന്നാമതായി റൈറ്റ് ആംഗിൾ, അതായത് മട്ടക്കോൺ. നമ്മുടെ പോയിന്റ് ഫിംഗറിനും തമ്പ് ഫിംഗറിനും ഇടയിലായി ഫോം ചെയ്യുന്ന ആംഗിളുകളാണ് മട്ടക്കോണുകൾ, അതായത് റൈറ്റ് ആംഗിൾസ്. The angle between your thumb and pointer finger is a right angle. ഈ ഷേപ്പ് ആണ് റൈറ്റ് ആംഗിളിന്. റൈറ്റ് ആംഗിളിന്റെ സിമ്പൽ ആണ് ഇവിടെ ഒരു റെക്ടാംഗിൾ ഷേപ്പിൽ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ആംഗിളിന് കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് റൈറ്റ് ആംഗിൾ ആയിരിക്കും. ഇതാണ് മട്ടക്കോൺ, അതായത് റൈറ്റ് ആംഗിൾ എന്ന് പറയുന്നത്. നമുക്ക് ഈ രീതിയിലും വരയ്ക്കാം, ഈ രീതിയിലും വരയ്ക്കാം. അടുത്തത് സ്ട്രെയിറ്റ് ആംഗിൾ, നേർരേഖ കോൺ. ഒരു സ്ട്രെയിറ്റ് ആംഗിൾ എന്നുള്ളത് രണ്ട് റൈറ്റ് ആംഗിൾ ചേരുന്നതാണ്. അതായത് രണ്ട് മട്ടക്കോണുകൾ ചേരുമ്പോഴാണ് ഒരു നേർരേഖ കോൺ ഉണ്ടാകുന്നത്. ഈ സ്ട്രെയിറ്റ് ആംഗിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അത് ഒരു സ്ട്രെയിറ്റ് ലൈൻ, അതായത് ഒരു നേർരേഖ പോലെ ആയിരിക്കും കാണുന്നത്. Two right angles make a straight angle. A straight angle looks like a straight line. അടുത്തത് acute angle അഥവാ ന്യൂനകോൺ ആണ്. An angle less than a right angle is called an acute angle. മട്ടക്കോണിനേക്കാളും കുറവായ കോണാണ് ന്യൂനകോൺ എന്ന് പറയുന്നത്. ന്യൂനകോണിന്റെ ഷേപ്പുകൾ ഇങ്ങനെയായിരിക്കും. ഈ രീതിയിലായിരിക്കും നമ്മൾ ന്യൂനകോൺ വരയ്ക്കുന്നത്. ഒരു മട്ടക്കോണുമായിട്ട് നോക്കുകയാണെങ്കിൽ ന്യൂനകോൺ എന്നുള്ളത് മട്ടക്കോണിനേക്കാളും കുറവായിരിക്കും. അപ്പൊ ഈ റൈറ്റ് ആംഗിളിന്റെ അകത്തായിരിക്കും അക്യൂട്ട് ആംഗിളുകൾ വരുന്നത്. ഇനി തിരിച്ചുള്ള ഷേപ്പാണ് നമ്മൾ വരയ്ക്കുന്നതെങ്കിൽ അത് ഇങ്ങനെയായിരിക്കും. റൈറ്റ് ആംഗിളിന്റെ അകത്തായിരിക്കും അക്യൂട്ട് ആംഗിൾ വരുന്നത്. അടുത്തത് ഒബ്റ്റ്യൂസ് ആംഗിൾ അഥവാ ബൃഹത് കോൺ ആണ്. ഒരു മട്ടക്കോണിനേക്കാളും വലുതും
ഒരു നേർകോണിനേക്കാളും ചെറുതുമായിരിക്കും ബൃഹത് കോണുകൾ. ദാറ്റ് ഈസ് ആൻ ആംഗിൾ മോർ ദാൻ എ റൈറ്റ് ആംഗിൾ ബട്ട് ലെസ് ദാൻ എ സ്ട്രെയിറ്റ് ആംഗിൾ ഈസ് കോൾഡ് ആൻ ഒബ്റ്റ്യൂസ് ആംഗിൾ. ഈ ഒരു ഷേപ്പുകളായിരിക്കും ഒബ്റ്റ്യൂസ് ആംഗിളുകൾക്ക്. ഇങ്ങനെയായിരിക്കും ഒബ്റ്റ്യൂസ് ആംഗിളുകൾ നമ്മൾ വരയ്ക്കുന്നത്. അപ്പം ഇതൊരു റൈറ്റ് ആംഗിളുമായിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ റൈറ്റ് ആംഗിളിനേക്കാളും വലുതായിരിക്കും. ഇനി തിരിച്ചൊരു ഷേപ്പാണ് നമ്മൾ വരയ്ക്കുന്നതെങ്കിലും റൈറ്റ് ആംഗിൾ ഇങ്ങനെയായിരിക്കും, അതിനേക്കാളും വലുതായിരിക്കും ഒബ്റ്റ്യൂസ് ആംഗിൾ അഥവാ ബൃഹത് കോൺ എന്നുള്ളത്. അടുത്തത് റിഫ്ലക്സ് ആംഗിൾ അഥവാ പ്രതിഫലന കോൺ. എ റിഫ്ലക്സ് ആംഗിൾ ഈസ് ലാർജർ ദാൻ എ സ്ട്രെയിറ്റ് ആംഗിൾ. അതായത് ഒരു സ്ട്രെയിറ്റ് ആംഗിളിനേക്കാളും വലുതായിരിക്കും റിഫ്ലക്സ് ആംഗിൾ. അതായത് ഇവിടെ ഒരു സ്ട്രെയിറ്റ് ആംഗിൾ ആണ് ഇത്. ഇവിടുന്ന് ഇവിടം വരെയുള്ള ആംഗിൾ ആണ് സ്ട്രെയിറ്റ് ആംഗിൾ. അതായത് താഴത്തതും സ്ട്രെയിറ്റ് ആംഗിൾ ആണ്. അപ്പം ഇതിനേക്കാളും കൂടുതലായി ഈ ഒരു പോർഷൻ മുതൽ ഇത്രയാണ് റിഫ്ലക്സ് ആംഗിൾ. അതായത് ഈ ഒരു ആംഗിളിന്റെ റിഫ്ലക്സ് ആംഗിൾ ആണ് ഈ വരച്ചിരിക്കുന്നത്, അതായത് പ്രതിഫലന കോൺ. അടുത്തത് കംപ്ലീറ്റ് ആംഗിൾ ആണ്. അതായത് നമ്മളിവിടെ റിഫ്ലക്സ് ആംഗിൾ പരിചയപ്പെട്ടു. ഈ റിഫ്ലക്സ് ആംഗിളിന്റെ പരിക്രമണം ഇവിടെ പൂർത്തിയാകുമ്പോൾ, അതായത് ഒരു റെവല്യൂഷൻ കംപ്ലീറ്റ് ആകുമ്പോൾ ഇതെന്തായി മാറുന്നു? ഒരു കംപ്ലീറ്റ് ആംഗിൾ ആയി മാറുന്നു. അതായത് ഒരു സർക്കിളായി മാറുന്നു. ഈ സർക്കിളില് ഈ കോണിന്റെ 360 ഭാഗങ്ങൾ ഉണ്ടായിരിക്കും. ഈ 360 ഭാഗങ്ങളിൽ ഓരോ ഭാഗത്തിനെയും, അതായത് ഓരോ പാർട്ടിനെയും നമ്മൾ ഡിഗ്രി എന്നാണ് പറയുന്നത്. അപ്പൊ 1 ഡിഗ്രി, 2 ഡിഗ്രി, 3 ഡിഗ്രി, 4 ഡിഗ്രി എന്നിങ്ങനെ 360 ഡിഗ്രി ആകുമ്പോൾ അത് ഒരു കംപ്ലീറ്റ് ആംഗിൾ അഥവാ ഒരു സർക്കിളായി മാറുന്നു. The angle for one revolution is a complete angle. One complete revolution is divided into 360 equal parts. Each part is a degree. അപ്പോൾ നമ്മൾ ഈ പഠിച്ച ആംഗിളുകളുടെ എല്ലാം ഡിഗ്രികളൊന്ന് നോക്കാം. റൈറ്റ് ആംഗിൾ 90 ഡിഗ്രി. ഒരു മട്ടക്കോൺ 90 ഡിഗ്രി ആയിരിക്കും. സ്ട്രെയിറ്റ് ആംഗിൾ 180 ഡിഗ്രി. അതായത് ഒരു നേർരേഖാ കോൺ 180 ഡിഗ്രി ആയിരിക്കും. 2 മട്ടക്കോണുകൾ ചേരുന്നതാണ് സ്ട്രെയിറ്റ് ആംഗിൾ. ദാറ്റ് ഈസ് 90 + 90 180 ഡിഗ്രി. അക്യൂട്ട് ആംഗിൾ അഥവാ ന്യൂനകോണുകൾ ലെസ് ദാൻ 90 ഡിഗ്രി. ന്യൂനകോൺ എന്നുള്ളത് 90 ഡിഗ്രിയേക്കാളും കുറവായിരിക്കും. ദാറ്റ് ഈസ് അക്യൂട്ട് ആംഗിൾ ഈസ് ലെസ് ദാൻ 90 ഡിഗ്രി. നെക്സ്റ്റ് ഒബ്റ്റ്യൂസ് ആംഗിൾ, ബൃഹത് കോൺ. ഒരു ബൃഹത് കോൺ മട്ടക്കോണിനേക്കാളും വലുതായിരിക്കും. ദാറ്റ് ഈസ് മോർ ദാൻ 90 ഡിഗ്രി. റിഫ്ലക്സ് ആംഗിൾ, പ്രതിഫലന കോൺ. പ്രതിഫലന കോൺ സ്ട്രെയിറ്റ് ആംഗിളിനേക്കാളും വലുതായിരിക്കും. മോർ ദാൻ സ്ട്രെയിറ്റ് ആംഗിൾ, ദാറ്റ് ഈസ് മോർ ദാൻ 180 ഡിഗ്രി. നെക്സ്റ്റ് കംപ്ലീറ്റ് ആംഗിൾ. കംപ്ലീറ്റ് ആംഗിളിന്റെ ഡിഗ്രി 360 ഡിഗ്രി ആണ്. ദാറ്റ് ഈസ് സർക്കിൾ, വൃത്തമാണത്. നിങ്ങൾക്ക് തരുന്ന ആംഗിളുകൾ ഏത് തരം ആംഗിൾ ആണെന്ന് ചെക്ക് ചെയ്യാനും അതുപോലെ നിങ്ങൾ വരയ്ക്കുന്ന ആംഗിളുകൾ ശരിയായിട്ടുള്ളതാണോ എന്ന് മനസ്സിലാക്കാനും ഒരു മെത്തേഡ് ഉണ്ട്. അതായത് ആ ആംഗിളുകളിൽ നിങ്ങൾ ഒരു 90 ഡിഗ്രി സങ്കല്പിക്കുക. ആ 90 ഡിഗ്രിയേക്കാളും കുറവാണോ എന്ന് ചെക്ക് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ അത് അക്യൂട്ട് ആംഗിൾ ആയിരിക്കും, ന്യൂനകോൺ ആയിരിക്കും. അതുപോലെ 90 ഡിഗ്രിയിൽ കൂടുതലാണ് കാണിക്കുന്നതെങ്കിൽ അത് ബൃഹത് കോൺ ആയിരിക്കും, അതായത് ഒബ്റ്റ്യൂസ് ആംഗിൾ ആയിരിക്കും. ഇതിപ്പോ തിരിച്ച് ഇങ്ങനെ ഈ സൈഡിലും നമ്മൾ വരികയാണെങ്കിൽ അവിടെയും നമ്മൾ നോക്കുക. 90 ഡിഗ്രി നമ്മൾ സങ്കല്പിക്കുക. 90 ഡിഗ്രിയേക്കാളും കുറവ് അകത്തായിരിക്കും ന്യൂനകോൺ അഥവാ അക്യൂട്ട് ആംഗിൾ വരുന്നത്. 90 ഡിഗ്രിയേക്കാളും കൂടുതലായിരിക്കും ബൃഹത് കോൺ അഥവാ ഒബ്റ്റ്യൂസ് ആംഗിൾ വരുന്നത്. അപ്പൊ ഈ രീതിയിൽ നമുക്ക് ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആംഗിളുകൾ അക്യൂട്ട് ആംഗിൾ എന്നും ഒബ്റ്റ്യൂസ് ആംഗിൾ എന്നും നിങ്ങൾക്ക് തിരിഞ്ഞു പോകത്തില്ല.
ആംഗിളുകൾ വരയ്ക്കാനായി നമ്മളെ സഹായിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് പ്രൊട്രാക്ടർ അഥവാ കോൺ മാപിനി എന്ന് പറയുന്നത്. നമ്മൾ ആംഗിളുകൾ റൈറ്റ് സൈഡിലോട്ടും ലെഫ്റ്റ് സൈഡിലോട്ടും വരയ്ക്കാറുണ്ട്. അപ്പം ഇതിനകത്ത് ആംഗിളുകൾ വരയ്ക്കുമ്പോൾ റൈറ്റ് സൈഡിലോട്ടാണ് നമ്മൾ വരയ്ക്കുന്നതെങ്കിൽ ഈ താഴെയുള്ള നമ്പേഴ്സുകൾ എടുക്കുക. റൈറ്റ് ആണെങ്കിൽ ഡൗണിലുള്ള നമ്പേഴ്സ് എടുക്കുക. ഇതുപോലെ ലെഫ്റ്റ് സൈഡിലോട്ടാണ് നമ്മൾ ആംഗിൾ വരയ്ക്കുന്നതെങ്കിൽ അപ്പ് എന്ന് ഓർക്കുക, അതായത് മുകളിലുള്ള നമ്പേഴ്സ് എടുക്കുക. അപ്പം റൈറ്റ് ഡൗൺ ലെഫ്റ്റ് അപ്പ് എന്നുള്ളത് മനസ്സിൽ ഓർക്കുക. ഇനി നമുക്കൊരു റൈറ്റ് ആംഗിൾ വരയ്ക്കാം, ഒരു മട്ടക്കോൺ വരയ്ക്കാം. അതിനായി ഒരു സ്ട്രെയിറ്റ് ആംഗിൾ അഥവാ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കണം. ഇതിൽ നിങ്ങൾ ഒരു പോയിന്റ് അടയാളപ്പെടുത്തുക. അത് രണ്ട് അറ്റത്താണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ നടുക്ക് എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഒരു പോയിന്റ് അടയാളപ്പെടുത്താം. ഇവിടെയാണ് പോയിന്റ് മാർക്ക് ചെയ്തിരിക്കുന്നത്, ഒരു അറ്റത്ത്. അവിടെ പ്രൊട്രാക്ടറിന്റെ മിഡിലായിട്ട് ഒരു മാർക്ക് ചെയ്ത ഭാഗം കാണും, അത് വെക്കുക. ഈ ലൈനും പ്രൊട്രാക്ടറിന്റെ ഈ എഡ്ജും സ്ട്രെയിറ്റ് ആയിരിക്കണം. ശേഷം ഇവിടെ 90 ഡിഗ്രിയിൽ മാർക്ക് ചെയ്യുക. എന്നിട്ട് ഈ പോയിന്റുകൾ യോജിപ്പിച്ച് വരയ്ക്കുക. ഇപ്പോൾ നമുക്ക് 90 ഡിഗ്രി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു അക്യൂട്ട് ആംഗിൾ ആണ് വരയ്ക്കേണ്ടത്. അതിന് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. ഒരു അക്യൂട്ട് ആംഗിൾ നമുക്കൊരു 30 ഡിഗ്രി എടുക്കുകയാണ്. 90 ഡിഗ്രിയേക്കാളും കുറവാണ് 30 ഡിഗ്രി. അപ്പൊ ഇവിടെ ഞാനൊരു പോയിന്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ പോയിന്റില് പ്രൊട്രാക്ടറിന്റെ മിഡിൽ പോർഷൻ വെച്ചിരിക്കുന്നു. ലൈനുകൾ സ്ട്രെയിറ്റ് ആക്കുക. ശേഷം 30 ഡിഗ്രി. ഇപ്പൊ റൈറ്റ് സൈഡിലോട്ടാണ് നമുക്കൊരു ആംഗിൾ വരയ്ക്കണമെങ്കിൽ റൈറ്റ് സൈഡ് ആണെങ്കിൽ ഡൗൺ നമ്പറുകൾ നോക്കുക. അപ്പൊ ഇവിടെയാണ് 30 വന്നിരിക്കുന്നത്. ഈ പോയിന്റുമായിട്ട് യോജിപ്പിക്കുക. അപ്പൊ ഈ ആംഗിൾ ആണ് 30 ഡിഗ്രി. അപ്പൊ നമ്മൾ ഇവിടെ ഒരു മട്ടക്കോൺ സങ്കല്പിക്കുകയാണെങ്കിൽ, അതായത് ഒരു റൈറ്റ് ആംഗിൾ സങ്കല്പിക്കുകയാണെങ്കിൽ ഇതാ ഇങ്ങനെയായിരിക്കും വരുന്നത്. അപ്പൊ ഇതിനേക്കാളും ചെറുതായിരിക്കും 30 ഡിഗ്രി എന്നുള്ളത്. ഇനി നമുക്ക് ലെഫ്റ്റ് സൈഡിലോട്ടാണ് ഈ 30 ഡിഗ്രി വരയ്ക്കണമെങ്കിൽ ലൈൻ വരയ്ക്കുക. ശേഷം ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക. ഈ പോയിന്റിൽ പ്രൊട്രാക്ടറിന്റെ മിഡിൽ വയ്ക്കുക. ലൈനുകൾ സ്ട്രെയിറ്റ് ആക്കുക. ശേഷം ലെഫ്റ്റ് അപ്പ് ആണ്. അപ്പം ലെഫ്റ്റ് സൈഡിൽ മുകളിലുള്ള 30 എന്നുള്ളിടത്ത് മാർക്ക് ചെയ്യുക. ശേഷം ഈ പോയിന്റുകൾ യോജിപ്പിക്കുക. ഈ കിട്ടുന്ന ആംഗിൾ ആണ് 30 ഡിഗ്രി എന്നുള്ളത്. അപ്പൊ ഇവിടെ നമ്മൾ ഒരു റൈറ്റ് ആംഗിൾ സങ്കല്പിക്കുകയാണെങ്കിൽ റൈറ്റ് ആംഗിളിനേക്കാളും ചെറുതായിരിക്കും ലെഫ്റ്റ് സൈഡിൽ ഫോം ചെയ്ത 30 ഡിഗ്രി എന്നുള്ളത്. ഇനി നമുക്ക് രണ്ട് ഒബ്റ്റ്യൂസ് ആംഗിൾ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലായിട്ടും വരയ്ക്കുന്നത് നോക്കാം. ഒരു ഒബ്റ്റ്യൂസ് ആംഗിൾ അഥവാ ബൃഹത് കോൺ 120 ഡിഗ്രി വരയ്ക്കുന്നത് നോക്കാം. അത് നമുക്ക് ആദ്യം റൈറ്റ് സൈഡിലോട്ട് വരയ്ക്കാം. അതിന് സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക. പ്രൊട്രാക്ടറിന്റെ മിഡിൽ വെക്കുക. ശേഷം റൈറ്റ് ആവുമ്പോൾ ഡൗൺ ആണ്. അപ്പൊ ഇവിടെ 120 എന്നുള്ളത് ഡൗണിൽ ഇവിടെയാണ് കിടക്കുന്നത്. അപ്പം ഇവിടെ മാർക്ക് ചെയ്യുക. ഈ പോയിന്റുകൾ യോജിപ്പിക്കുക. ഇവിടെ കിട്ടുന്ന ആംഗിൾ ആണ് 120 ഡിഗ്രി. ഇവിടെ നമ്മളൊരു റൈറ്റ് ആംഗിൾ സങ്കല്പിച്ച് നോക്കുക. അപ്പോൾ നമ്മൾ ഈ വരച്ചത് ശരിയാണോ എന്ന് മനസ്സിലാകും. അപ്പൊ ഇവിടെ റൈറ്റ് ആംഗിളിനേക്കാളും വലിയ ആംഗിൾ ആണ് കിട്ടിയിരിക്കുന്നത്, 120 ഡിഗ്രി. ഇനി നമുക്ക് ലെഫ്റ്റ് സൈഡിലോട്ട് വരച്ച് നോക്കാം. അതിന് ഒരു സ്ട്രെയിറ്റ് ആംഗിൾ അഥവാ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക. ശേഷം പ്രൊട്രാക്ടർ വെച്ചുകൊണ്ട് ലെഫ്റ്റ് ആകുമ്പോൾ അപ്പാണ്. അപ്പൊ നമ്മൾ ലെഫ്റ്റ് സൈഡ് വരയ്ക്കുമ്പോൾ അപ്പില്
120 മുകളില് 120 ഡിഗ്രി വരുന്നത് മാർക്ക് ചെയ്യുക. ശേഷം ഈ പോയിന്റുകൾ യോജിപ്പിക്കുക. അപ്പൊ ലെഫ്റ്റ് സൈഡിലോട്ടാകുമ്പോൾ ഇവിടെ വരുന്ന ആംഗിൾ ആയിരിക്കും 120 ഡിഗ്രി എന്നുള്ളത്. അപ്പൊ ഇവിടെ നമ്മൾ ഒരു റൈറ്റ് ആംഗിൾ സങ്കല്പിക്കുകയാണെങ്കിൽ റൈറ്റ് ആംഗിളിനേക്കാളും വലുതായിരിക്കും ഈ ലെഫ്റ്റ് സൈഡിൽ ഫോം ചെയ്ത 120 ഡിഗ്രി എന്നുള്ളത്. അപ്പം ഏകദേശം ആംഗിളിനെ കുറിച്ച്, അതായത് കോണുകളെ കുറിച്ച് ഒരു ധാരണ വന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. പാഠഭാഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അടുത്ത ക്ലാസ്സുകളിലായി നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ഇടുക. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.